വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഉഷാ വിജയരാഘവൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശരദംബയേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ കേട്ട് സുഗതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികൾ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുരുസാഗരം മാസിക ഒരു വർഷത്തേക്ക് തപാലിൽ ലഭിക്കാൻ 600 രൂപ അടച്ചാൽ മതിയാകും. വെറും 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ്. പണമടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 8078188858. വിലാസം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 6282319294. മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയാണ്. മോക്ഷം കൊതിക്കുന്നവർക്കുള്ള ഗുരുതീർത്ഥം നിറച്ച പൂർണ്ണ കുംഭമാണ് ഗുരുസാഗരം മാസിക. അത് നുകരാനുള്ള ഭാഗ്യം എല്ലാ സുഹൃതികൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഏതു പ്രായത്തിൽ ലഭിച്ചാലും നമ്മൾ സുഹൃതികളായി എന്ന് വേണം കരുതുവാൻ. ഇനി ഇന്നത്തെ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസിക 2026 മെയ് ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നല്ല കുടുംബം എന്ന ലേഖനമാണ്. അച്ചടക്കം കൊണ്ട് മെനഞ്ഞെടുത്ത ജീവിത വിജയം. അനുസരണയും അച്ചടക്കവും അടിമത്തമാണെന്ന് നമ്മെ പഠിപ്പിച്ചതാരാണ്? പ്രതിഷേധവും എതിർപ്പുമാണ് യുവത്വത്തിൻ്റെ ശക്തിയെന്ന് നമ്മെ മോഹിപ്പിച്ചതാരാണ്? ആരായാലും അവർ മാനവ സമൂഹത്തെ തകർക്കാൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന തമോ ശക്തികളാണ്. നോക്കൂ, രാജ്യത്തിൻ്റെ സൈനിക വിജയം നമ്മൾ അഭിമാനത്തോടെ കാണുന്നു. പോലീസ് സേനയുടെ അന്വേഷണ മികവ് സംഭവിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അവരെ അഭിനന്ദിക്കുന്നു. പരീക്ഷയിൽ 100% വിജയം നേടുന്ന സ്കൂളുകളെ നാം അഭിമാനത്തോടെ അനുമോദിക്കുന്നു. എന്താണ് ഈ വിജയങ്ങൾക്ക് പിന്നിൽ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന ഘടകം അച്ചടക്കമാണ്. അച്ചിൽ പ്ലസ് അടക്കം എന്ന് നമുക്ക് ഈ വാക്കിനെ പിരിക്കാം. ഒരു അച്ചിൽ അടക്കി വെച്ച് വാർത്ത് ഉറപ്പിച്ചെടുക്കുന്ന ഇഷ്ടികകളുടെ ബലത്തിലാണ് നാം കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്. വലിയ പാലങ്ങൾ താങ്ങുന്ന കോൺക്രീറ്റ് തൂണുകളും അച്ചിനുള്ളിലിരുന്ന് ഉറച്ച ബലം നേടിയതാണ്. ശില്പങ്ങളും ബിംബങ്ങളുമെല്ലാം ഇതുപോലെ അച്ചിൽ വാർത്ത് ഭംഗിയും കരുത്തും നേടിയവയാണ്. വാർത്തെടുക്കുന്ന ശില്പിക്കും അച്ച് പ്രധാനമായ ഒരു ഉപകരണമാണ്. അതിലടങ്ങിയിരുന്ന് ശക്തി പ്രാപിക്കുന്നതെന്തും ശില്പിക്ക് സൽപ്പേര് നൽകുന്ന ഉൽപ്പന്നങ്ങളാകുന്നു. അതുപോലെയാണ് ധർമ്മബോധമുള്ള പിതാവും ദീനാനുകമ്പിയും ആർദ്രഹൃദയവുമുള്ള മാതാവും സംരക്ഷിക്കുന്ന കുടുംബത്തിൽ വളരുന്ന തലമുറയിലൂടെ സമൂഹത്തിൻ്റെ കീർത്തി വർദ്ധിക്കുന്നത്. കുടുംബമുണ്ടാക്കാൻ പ്രായപൂർത്തിയാവുക, വരുമാനമുള്ള ജോലി ലഭിക്കുക എന്നീ മാനദണ്ഡങ്ങളാണ് ഇന്ന് പൊതുവെ നോക്കുന്നത്. എന്നാൽ ധർമ്മബോധം, ജീവിത മൂല്യം, കുടുംബ വ്യവസ്ഥയുടെ മഹിമ, അത് രാജ്യത്തിനും ലോകത്തിനും നൽകുന്ന സംഭാവന എന്ത് എന്നൊക്കെ അറിയാനുള്ള വിവേകം നേടാതെ ആരും വിവാഹത്തിലേക്കും ഗാർഹസ്ഥ്യത്തിലേക്കും കടക്കാതിരിക്കുന്നതാണ് ലോകത്തിന് നല്ലത്. ലൈംഗികാവശ്യം മുൻനിർത്തിയല്ല ആണും പെണ്ണും വിവാഹത്തിൽ ഏർപ്പെടേണ്ടത്. കുടുംബ വ്യവസ്ഥയുടെ കരുത്തിലാണ് ലോകം ശ്രേയസ്സും പ്രേയസ്സും നേടി ജ്വലിക്കുന്നത് എന്ന അറിവ് വിവാഹിതരാകുന്നതിന് മുമ്പേ യുവാക്കൾക്ക് ലഭിച്ചിരിക്കണം. അതിന് വിദ്യാഭ്യാസത്തിൽ ഈ ധാർമ്മിക മൂല്യവും അച്ചടക്കവും അത്യന്താപേക്ഷിതമാണ്. ഇക്കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നതിന് ഒരു നിമിത്ത കാരണമുണ്ട്. ഗുരുസാഗരം കുട്ടികളുടെ വ്യക്തിത്വ വികാസനത്തിനായി നടത്തുന്ന സമാന്തര വിദ്യാഭ്യാസ പദ്ധതിയായ ലവിംഗ് ബഡ്സ് ഗുരുകുലത്തിലേക്ക് പുതിയ കുട്ടികളെ ചേർക്കാൻ അധ്യാപകർ സമ്പർക്കം നടത്തുകയുണ്ടായി. പല മാതാപിതാക്കളും ഞങ്ങളോട് പറഞ്ഞത് സമാനമായ കാര്യമാണ്. കുട്ടികൾക്ക് ആത്മീയ വിദ്യാഭ്യാസം നൽകാൻ അവർക്ക് സമ്മതമാണ്. എന്നാൽ കുട്ടികളുടെ ഇഷ്ടം നോക്കിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവർക്ക് ഇത്തരം ക്ലാസ്സുകളൊന്നും താല്പര്യമില്ല, അതിനാൽ ചേർക്കാൻ സാധിക്കില്ല എന്നാണ്. നമുക്ക് ഈ മാതാപിതാക്കളോട് ചോദിക്കാൻ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഒരു ഫലവൃക്ഷത്തിൻ്റെ തൈ മുറ്റത്ത് നട്ടു വളർത്തുകയാണെന്ന് കരുതുക. അത് പൊടിച്ചു മുളച്ച് പൊന്തി വരുമ്പോൾ കാറ്റടിച്ചോ മറ്റോ ചാഞ്ഞു വീണാൽ നിങ്ങൾ അത് ഒരു കമ്പിൽ താങ്ങി കെട്ടിവെച്ച് വളർത്തുമോ, അതോ അതിൻ്റെ ഇഷ്ടത്തിന് ചാഞ്ഞു കിടന്ന് വളരാൻ വിടുമോ? കമ്പെടുത്ത് കെട്ടിവെച്ച് ചായ്വ് മാറ്റി നിവർത്തി വളർത്തും എന്നായിരുന്നു എല്ലാവരുടെയും മറുപടി.
അത്രയുമേ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലും ചെയ്യേണ്ടതുള്ളൂ എന്നായിരുന്നു ഞങ്ങളുടെ പ്രതിവചനവും. കുട്ടികൾക്ക് അവരുടെ അപ്പോഴത്തെ രസങ്ങൾ എന്താണോ അതിൽ മാത്രമാവും താല്പര്യം എന്ന് കുട്ടിക്കാലം കടന്നുവന്ന ഏത് സാമാന്യ ബോധമുള്ള മാതാവിനും പിതാവിനും ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ബാലാസ്താവാൽ ക്രീഡാസക്ത, തരുണാസ്താവാൽ തരുണീസക്ത, വൃദ്ധസ്താവൽ ചിന്താസക്ത എന്ന് ശങ്കരാചാര്യർ പാടുന്നു. ബാലാവസ്ഥയിൽ കളിക്കാനും വിനോദങ്ങൾക്കുമാണ് ഇഷ്ടം. യൗവനത്തിൽ എതിർലിംഗക്കാരോട് ശൃംഗരിക്കാനാണ് ഇഷ്ടം. വാർദ്ധക്യത്തിലാവട്ടെ തൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന ചിന്തയും വ്യാകുലതയുമായി ഇരിക്കുന്നതാണ് വാസന. ഇതൊക്കെ മനുഷ്യൻ ജീവിതം തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെ തന്നെയാണ്. അതിനെയൊക്കെ പരിഗണിക്കേണ്ട അളവിൽ മാത്രം പരിഗണിച്ചും സ്വന്തം വളർച്ച എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ബാക്കിയെല്ലാം അവഗണിച്ചും ജീവിച്ചതുകൊണ്ട് മാത്രമാണ് മാനവ സമൂഹം ഈ ആധുനിക കാലത്തെ ജീവിത സൗകര്യങ്ങളെല്ലാം നേടിയതും കെട്ടുറപ്പുള്ള രാജ്യങ്ങളും സമൂഹ വ്യവസ്ഥയും മെനഞ്ഞെടുത്തതുമെല്ലാം. ഉണ്ടു നിറഞ്ഞവന് പിന്നെ ഉറങ്ങാൻ പായമതി എന്ന അവസ്ഥയോളം ആധുനിക സൗകര്യങ്ങൾ കൊണ്ട് എല്ലാവരുടെയും കുംഭ നിറഞ്ഞു കഴിഞ്ഞു. ഇനി വിനോദവും ഉറക്കവും മതിയെന്ന അവസ്ഥയിലേക്കാണ് മനുഷ്യ സമൂഹം പോകുന്നത്. അത് തമോ ഗുണത്തിൻ്റെ ആധിക്യം കാരണമാണ് സംഭവിക്കുന്നത്. ആവശ്യത്തിലേറെ ഉണ്ണുന്നു, ഉറങ്ങുന്നു, പുണരുന്നു ഇന്നത്തെ സമൂഹം. അതോടെ ഉണർവിലേക്ക് നയിക്കുന്ന അച്ചടക്കം എന്ന ശീലത്തെ കൈവിടുകയും ചെയ്തു. അതൊക്കെ അടിമത്തമാണ്. നമുക്ക് വേണ്ടത് ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന മട്ടിൽ പിച്ചും പേയും പറഞ്ഞ് നടക്കുകയാണ് യുവാക്കളും അവർക്ക് പിന്തുണ നൽകുന്ന അവസരവാദികളായ ചില പുരോഗമനക്കാരും ചേർന്ന്. ഇത് തികച്ചും ശുഭസൂചന അല്ല നൽകുന്നത്. ഗുരുസാഗരം കഴിഞ്ഞ ലക്കം മുതൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ ശ്രീമദ് നാരായണ ഗുരുപുരാണം ഈ ലക്കത്തെ അധ്യായം വായിക്കുക. അതിൽ ചൈനയിൽ നിലനിന്നിരുന്ന കൺഫ്യൂഷ്യസ് എന്ന തത്വചിന്തകൻ്റെ കൺഫ്യൂഷ്യസ് മതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചൈനയിൽ അക്രമവും അരാജകത്വവും ഭരണ ദുർബലതയും മാറ്റിയെടുക്കാൻ കൺഫ്യൂഷ്യസ് മുന്നോട്ട് വെച്ചത് കുടുംബങ്ങളിൽ അച്ചടക്കവും അനുസരണശീലവും വളർത്തിയെടുക്കുക എന്ന നിർദ്ദേശമാണ്. അധികാരത്തിലിരിക്കുന്നവർ സന്യാസിമാരെ പോലെയും ജനങ്ങൾ അവരുടെ ശിഷ്യരെ പോലെയും അച്ചടക്കത്തോടെയും മൂല്യബോധത്തോടെയും ജീവിക്കുന്നതാണ് ശരിയായ രാഷ്ട്രവ്യവസ്ഥ. അതിനായി കുടുംബത്തിൽ തന്നെ അച്ചടക്കവും അനുസരണയും ശീലിക്കണം എന്നാണ് കൺഫ്യൂഷ്യസ് പറഞ്ഞത്. കേരളക്കരയിലിരുന്ന ശ്രീനാരായണ ഗുരുവും സമൂഹ നന്മയ്ക്കായി കുടുംബ വ്യവസ്ഥയുടെ അച്ചടക്കത്തെക്കുറിച്ച് നമ്മെ ഉദ്ബുദ്ധരാക്കി. ഗുരുവിൻ്റെ ശ്രീനാരായണ ധർമ്മം അച്ചടക്കവും അനുസരണശീലവും ഉറപ്പുവരുത്തുന്ന ധാർമ്മിക ഗ്രന്ഥമാണ്. ഗുരു ഹിന്ദു സമൂഹത്തോട് പറഞ്ഞത്, ക്രിസ്ത്യാനികളെ നോക്കൂ, അവരുടെ വിജയത്തിന് കാരണം അവരെ നിയന്ത്രിക്കാനും നയിക്കാനും പള്ളിയും പട്ടക്കാരുമുണ്ട് എന്നായിരുന്നു. അതായത് ധർമ്മം പഠിച്ചുപചരിക്കുന്ന അറിവുള്ളവരും അവരെ അനുസരിക്കുന്ന മറ്റുള്ളവരും ചേർന്നാൽ ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാകും എന്നാണ് അർത്ഥം. ജാതി വിവേചനം എന്ന അധാർമിക വ്യവസ്ഥയെ ചോദ്യം ചെയ്യാനും എതിർക്കാനും ഗുരു ഉപയോഗിച്ചത് നേതാവും നിയമവ്യവസ്ഥയുമുള്ള ഒരു സംഘടനയെ വളർത്തിയെടുത്തുകൊണ്ടാണ് എന്നോർക്കണം. എതിർപ്പിന് പോലും ഒരു അച്ചടക്കപരമായ വ്യവസ്ഥ വേണം എന്നർത്ഥം. എന്തിനെ എതിർക്കുന്നു, എന്തിനായി എതിർക്കുന്നു എന്ന ലക്ഷ്യബോധമില്ലാത്ത വിധം സമരങ്ങളും പ്രതിഷേധങ്ങളും നിറച്ചുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ താറുമാറാക്കിയ ഇന്നലകളെയാണ് ഒന്നും അനുസരിക്കാൻ തയ്യാറല്ലാത്ത ഒരു പുതിയ തലമുറയെ നമുക്ക് സമ്മാനിച്ചത് എന്ന കാര്യം ആരും മറക്കരുത്. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും ഒഴിയാനും സാധിക്കില്ല. എന്തെന്നാൽ സ്വതന്ത്ര ചിന്തയുടെ പേരിൽ പോലും അച്ചടക്കരാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ചവരാണ് നമ്മൾ. നമ്മുടെ കുടുംബ വ്യവസ്ഥയെ നാം ഇത്തരം പുരോഗമനപരമെന്ന വേഷം കെട്ടിയ തമോ ചിന്തകൾ കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ കുടുംബങ്ങളിൽ അച്ഛൻ അധികാരിയല്ല, അമ്മയുടെയും മക്കളുടെയും റിസോഴ്സ് പേഴ്സണാണ്. ഇഷ്ടത്തിനൊന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഭാര്യയും മക്കളും ചേർന്ന് വിമർശന ശരം കൊണ്ട് മൂടുന്ന റിസോഴ്സ് പേഴ്സൺ. അമ്മയാണെങ്കിൽ മക്കൾക്ക് കെയർ ടേക്കറും ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഉള്ള സപ്ലയറുമായി. മുത്തച്ഛനും മുത്തശ്ശിയും പുരാവസ്തുക്കളായി. ഇച്ചിരി പോന്ന മക്കൾ യാതൊരു ബോധവും വിവേകവും ഇല്ലാതെ വഴക്കും വാശിയും എടുത്തുപിടിച്ച് കുടുംബം ഭരിക്കുന്ന അവസ്ഥയായി. അവർ അതേ നയം സ്കൂളിലും സമൂഹത്തിലും പ്രയോഗിക്കുമ്പോൾ സമൂഹമാകെ താറുമാറായി. മുതിർന്നവരെ തീരെ ബഹുമാനമില്ലാതായതോടെ മയക്കുമരുന്നിൻ്റെ സ്വാധീനതയിലേക്ക് കുട്ടികൾ വീഴാൻ തടസ്സമില്ലാത്ത സാഹചര്യം ഒരുങ്ങി. ഇന്ന് ഭരണകൂടവും പോലീസും സുരക്ഷാ സേനയും എല്ലാം ഇതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുകയാണ്. വീട് കുട്ടിച്ചോറായപ്പോൾ നാട് അരിഷ്ടമായതാണ് കാരണം. അതിനാൽ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അച്ചടക്കരാഹിത്യം വിളമ്പുന്ന കള്ളനാണയങ്ങൾക്ക് നമ്മുടെ അച്ചടക്ക വ്യവസ്ഥയെ തീരെഴുതി കൊടുക്കാതിരിക്കുക. അച്ഛൻ പണ്ടേ പോലെ മക്കൾക്ക് ഭയബഹുമാനമുള്ളവ
ഉളവാക്കുന്ന കുടുംബനാഥൻ്റെ റോൾ തിരികെ എടുക്കുക. അതിനു മുമ്പേ അച്ഛൻ ധർമ്മഗ്രന്ഥങ്ങളും ഭക്തിയും ഉപാസനയും ഒക്കെ ഒന്ന് ശീലിക്കണമെന്നു മാത്രം. അമ്മമാർ കുടുംബത്തിനു വേണ്ടി ത്യാഗികളായി മാറുക. സൊസൈറ്റി ലൈഫും ക്ലബ്ബ് സംസ്കാരവും ഹസ്ബൻഡ് വിരോധവും കൊണ്ട് ഒരു നാരിയും സ്വതന്ത്രരായിട്ടില്ലെന്ന് അവർ തിരിച്ചറിയണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വായന ഇവിടെ പൂർണ്ണമാകുന്നു. മാസിക ഇപ്പോൾ ഓൺലൈനായും വായിക്കാവുന്നതാണ്. www.gurusaagaram.com എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ വായന ആസ്വദിക്കാവുന്നതാണ്. ഇനി വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് മാസികയുടെ ഓഡിയോ വെർഷനും ലഭ്യമാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്തേ.